ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. ഏകദേശം 2 വർഷം വരെയൊക്കെ കേടുകൂടാതിരിക്കുന്നതാണ് കേട്ടോ ഈ മാങ്ങ സീസണിലൊക്കെ മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് സീസൺ കഴിയുമ്പോൾ 1-2 വർഷമൊക്കെ ഇത് നമുക്ക് മാങ്ങ കറി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ അച്ചാറിട്ടൊക്കെ കഴിക്കാം. ഇനി അതല്ല, വിദേശത്തൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് അവർക്കും ഇത് കൊടുത്തു വിടാം. അപ്പോൾ ഈ മാങ്ങ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ പറയാം. ഇത് അധികം മൂത്ത് പോകാത്ത മാങ്ങയാണ്. മാങ്ങ നമ്മൾ അരിഞ്ഞിട്ടല്ല എടുത്തേക്കുന്നത്. മാങ്ങയുടെ ഞെട്ടൊന്ന് കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഉപ്പ് മാങ്ങ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ കുറച്ച് ഭാഗം കഴുകി വെച്ചിരിക്കുന്ന ഭരണിയിലോ ചില്ലുകുപ്പിയിലോ ഇട്ടെടുക്കുക. അതിന് മുകളിലായിട്ട് ഞെട്ട് കളഞ്ഞ് തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി നിരത്തി കൊടുക്കുക. ഇനി തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ആവശ്യത്തിന് ഉപ്പ്, കാന്താരി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ മസാല, മാങ്ങ, വെള്ളം, ഉപ്പ്, കാന്താരി ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുക. അങ്ങനെ ഇട്ട് അടച്ചു വെച്ചേക്കുന്നതാണ് ഈ മാങ്ങ. ഏകദേശം 2 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ മറക്കരുത്. ഓരോ മാസം കൂടുന്തോറും ഈ മാങ്ങയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി വരും കേട്ടോ. ഇപ്പം ഞാൻ ആ മാങ്ങയാണ് കുറച്ചെടുത്ത് അച്ചാറിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയൊക്കെ മാങ്ങ സീസണൊക്കെ കഴിയുന്ന സമയത്ത് ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ കറിയൊക്കെ ഉണ്ടാക്കാം ഈ മാങ്ങ കൊണ്ട് തന്നെ. അപ്പം ഞാൻ ഈ മാങ്ങ വെച്ച് അച്ചാറിട്ടത് എങ്ങനെയാണെന്ന് പറയാം. നല്ലെണ്ണയിൽ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ പൊടികളായ മുളക് പൊടി, ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഈ മാങ്ങയിലുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ മസാല ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം ഈ മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ട്. എന്നാലും അവസാനം കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.